അപ്പൊ അതേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാളക്കറിയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസിലിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നല്ല കട്ടിയിട്ടിരിക്കും. നമുക്കിനി ഇത് കറി വെക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. ഇതെടുത്തോണ്ട് വന്നിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അതുകൊണ്ടാ എല്ലാം എളുപ്പപ്പണിയാണല്ലോ. ഈ ഫുൾ ടൈം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നതിലും ഭേദം പെട്ടെന്ന് പണി തീർത്തിട്ട് ഇറങ്ങി പോവല്ലേ. എനിക്കിത് ഇങ്ങനെ അരിയണതാണ് ഇഷ്ടം കേട്ടോ. കയ്യുറ ഇല്ലാത്തതുകൊണ്ട് കയ്യുറ മേടിക്കാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് ഞാനിപ്പം കണ്ടം തുണ്ടം വെട്ടി നോക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളർ വേണ്ടവർക്ക് ഇടാം കേട്ടോ. അതിങ്ങനെ വെള്ളത്തിലൊന്ന് ചാരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകത്തില്ല, അതാണ്. ഇതേ പുളി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. നല്ല തീ കേട്ടോ, വലിയ തീ. അപ്പൊ അതേ തിളച്ചിട്ടുണ്ടേ. ഇത് വറ്റി വരണം, അതാണ്. അപ്പൊ ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചോണ്ട് വരാവേ. തേങ്ങാപ്പാൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചിലര് കടുക് പൊട്ടിക്കും, ചിലര് കടുക് പൊട്ടിക്കത്തില്ല കേട്ടോ. ഈ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഞാനേ കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കും, പൊട്ടിത്തെറിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ പൂത്തിരി ചതർന്ന പോലെ ആയിരിക്കും ഇവിടെ കിടക്കാൻ. അപ്പം അതുകൊണ്ട് ഞാനത് ആദ്യമേ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് ഉലുവിട്ട് കൊടുത്തേ. അതിലേക്ക് ഇതേ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം ഇതേ കടുകൊക്കെ പൊട്ടി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വഴറ്റി അതിൻ്റെ അകത്തേക്ക് ഇതേ മുളക് പുരട്ടി വെച്ചേക്കുന്നതാണ് ഇട്ട് കൊടുക്കാം. മുളക് നല്ലോണം വഴണ്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. പുളിവെള്ളമാണ്, പുളിവെള്ളവും പുളിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതേ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ 2 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അതേ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂടി തിളക്കട്ടെ. അപ്പം അത് റെഡിയായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് നമുക്ക് നടുവെ വരഞ്ഞിട്ട് ഒന്ന് വറക്കാൻ വെക്കാം. പുരട്ടി വെക്കണേ. നമ്മുടെ മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ അവിടെ നിന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പതിയെ ഇളക്കിയിടുക. അതിനുശേഷം അടപ്പെടുത്തൊന്ന് മൂടി ഇങ്ങനെ വെക്കുക. അതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ വന്ന് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. എൻ്റെ സാറേ, സൂപ്പർ മണം, മീൻകറിയുടെ മണം. ഇത് മീൻ വറുത്തത്. ഇത് നല്ല ഉണങ്ങിയതും ഇത് കുറച്ച് ഉണങ്ങിയതും. അടിപൊളി മഴയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ട്. പെയ്ത് തോർന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂന്നേ ഉള്ളൂ. അതേപോലെ ചോറ്, പടവലങ്ങ തോരൻ, ഇതിൽ നിന്ന് മത്തി വറുത്തത്.
2 മീൻ കറിയൊക്കെ നമുക്കെടുത്ത് കുറച്ച് ചാറൊക്കെ ഒഴിച്ച് അപ്പം അന്നത്തെ ഫുഡ് റെഡി.